നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 6, 2026 ചൊവ്വ. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ നിഫ്റ്റിയുടെ ആദ്യ വീക്കിലി എക്സ്പയറിയിലേക്ക് കടക്കുകയാണ്. നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയർ ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ട്രേഡ് താരിഫ് ആശങ്കകൾ വർദ്ധിച്ചതിനെ തുടർന്നും മാത്രമല്ല തൽഫലമായി IT സ്റ്റോക്സുകളിൽ ഉടലെടുത്ത അതിശക്തമായ സെല്ലിങ്ങിന്റെ ഫലമായിട്ട് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് നടത്തിയതെങ്കിലും ആകെ 36.25 കോടി രൂപയ്ക്ക് മാത്രമേ സെല്ലിംഗ് നടത്തുകയുണ്ടായുള്ളൂ. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1764.07 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 26,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ന് 26,400 തുടർന്ന് 26,500 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം 26,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ആയതിനാൽ തന്നെ ഈ ലെവലിൽ നിന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ചില മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. രാവിലെ 10:30 ഡിസംബർ മാസത്തെ HSBC കോമ്പോസിറ്റ് PMI ഫൈനൽ ഡേറ്റയുടെ റിലീസ് ഉണ്ട്. അതേസമയം തന്നെ ഡിസംബർ മാസത്തെ HSBC സർവീസ് PMI ഫൈനൽ ഡേറ്റയുടെ റിലീസുമുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:30 US നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഡിസംബർ മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI നവംബറിലെ 48.2 നിന്ന് 0.3 പോയിന്റിന്റെ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ട് 47.9 ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. തുടർച്ചയായ 10ാം മാസത്തെ ഇടിവും വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കുമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ഉച്ചയ്ക്ക് 1:15 ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് പാരലൽ ഡാറ്റയുടെ റിലീസ് ഫ്രാൻസിൽ നടക്കാനിരിക്കുന്നു. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6:30 ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട് ജർമ്മനിയിൽ നിന്നും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 2% ICICI ബാങ്ക് ADRന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു HDFC ബാങ്കിന്റെ Q3 ബിസിനസ് അപ്ഡേറ്റിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ ഇൻട്രാഡേ ബേസിസിൽ 2% ഇടിവ് നേരിടേണ്ടി വന്നെങ്കിൽ HDFC ബാങ്ക് ADRന് 6.33% നഷ്ടം ഇന്നലെ നേരിടേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 2.5%, വിപ്രോ ADRന് 2% നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. ഡോക്ടർ റെഡ്ഡീസ് ADRും 0.29% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. വെനസ്വേലയിൽ വരുന്ന 30 ദിവസത്തിനുള്ളിൽ പുതിയ ഇലക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ലെന്നുള്ള പ്രഖ്യാപനം ഇന്നലെ US പ്രസിഡന്റ് ഭാഗത്ത് നിന്നും വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ എനർജി ടെക്നോളജി സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് S&P 500നും നാസ്ഡാക്കിനും 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി മാത്രമല്ല S&P 500ന് അതിന്റെ 52 വീക്ക് ഹൈയുടെ തൊട്ട് അടുത്തായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കൊറിയൻ മാർക്കറ്റ് 1% അടുത്ത് നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാവിലെയായപ്പോൾ നേരിയ ഇടിവാണ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെടുന്നത്. 0.5%. ബ്രെന്റ് ക്രൂഡിന്റെ വില $68.59 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.17 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിലും $7 ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. $440.24 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം.
പ്രതീക്ഷിക്കാം. ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 0.96 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 26,250 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വോൾട്ടാലിറ്റിയെയും സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും ഷോർട്ട് ടൈം ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,300 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.1 എന്ന നിലയിലും മാക്സ് പെയിൻ 59,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിക്കും ഇന്നലെ നേരിടേണ്ടി വന്ന ഇടിവിന്റെ ഫലമായിട്ട് ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും നിഫ്റ്റിയുടേതുപോലെ തന്നെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയിൽ ചെറിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 65.05 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം 60,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ടും സാധിക്കുക. 59,500 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. KSH ഇന്റർനാഷണൽ ഇന്നലെ കമ്പനിയുടെ Q2 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇയർ ഓൺ ഇയർ ബേസിസിൽ പ്രോഫിറ്റിൽ 129% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 50.7% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് പറയാൻ പോകുന്ന ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ Q3 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് അഡ്വാൻസിൽ 16% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഡിപ്പോസിറ്റ്സിൽ 14.6% വളർച്ചയും രേഖപ്പെടുത്തി. ഇൻഡുസിൻ ബാങ്ക് Q3 ബിസിനസ് അപ്ഡേറ്റിൽ നെറ്റ് അഡ്വാൻസിൽ 13.1% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. നെറ്റ് ഡിപ്പോസിറ്റ്സിലും 3.8% കുറവ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആക്സിസ് ബാങ്ക് ഗ്രോസ് അഡ്വാൻസിൽ 14.1% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഡിപ്പോസിറ്റ്സിലും 15% ഉയർച്ച രേഖപ്പെടുത്തി. ട്രെൻഡ് സ്റ്റാൻഡ് അലോൺ റവന്യൂവിൽ 17% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ വെസ്റ്റ് സൈഡിന്റെ പുതിയ 17 ഷോറൂമുകൾ ഓപ്പൺ ആക്കുകയുണ്ടായി. അതേസമയം സ്റ്റുഡിയോയുടെ 48 സ്റ്റോറുകളും Q3 ഓപ്പൺ ആക്കുകയുണ്ടായി. പോളിക്യാബ് ഇന്ത്യ ശശി അമീനിനെ കമ്പനിയുടെ ഡയറക്ടറും CEOയുമായിട്ട് നിയമിക്കുകയുണ്ടായി. അഫീസ് സ്പേസ് സൊല്യൂഷൻസ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും പ്രധാന മാനേജീരിയൽ പേഴ്സണൽ സ്ഥാനത്തു നിന്നും ശ്രീ രവി ദുക്കർ രാജിവെക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.